ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും പിന്നെ നല്ലൊരു റെസിപ്പിയും പിന്നെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഇതിൻ്റെ കാരണം തന്നെ ഞാനിപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള ആ പ്രിപ്പറേഷൻസും പിന്നെ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ വരുന്നതിന് തലേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ അധികമായിട്ടൊന്നും ഷോപ്പൊന്നും ചെയ്തിട്ടുണ്ടായിട്ടാ. ഞാനിപ്പോൾ വന്നിട്ട് തന്നെ ഇപ്പോൾ 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് പോകുന്നത് ഇപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് 2 വർഷമായി. നാട്ടിൽ പോവാതെ ഇപ്പോൾ 2 വർഷമായി. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉപ്പാക്ക് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നാട്ടിൽ പോകാൻ തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞു വീഡിയോസ് മാത്രമേ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അധികമായിട്ട് വലിയ പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിട്ടാ. കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിലൊക്കെ വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ക്രിസ്മസിൻ്റെ ആ ടൈമിലാണ് വന്നത്. അപ്പോൾ ചോക്ലേറ്റ്സിനെല്ലാം നല്ല ഓഫറെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നെസ്റ്റോയിലേക്ക് വന്നത്. അധികം നമ്മൾ നെസ്റ്റോയിലൊന്നും വരലില്ല. അധികം പർച്ചേസിങ് ഇത് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യല്, റൂമിൻ്റെ അടുത്തുള്ള. ഇപ്പോൾ ഓഫറെല്ലാം ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ്സിനെല്ലാം ഓഫർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നെസ്റ്റോയിലേക്ക് വന്നത്. അങ്ങനെ വലിയ ഓഫറൊന്നും ഉണ്ടായിട്ടാ, എന്നാലും കുറച്ച് ഓഫറിലുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിന്. മാക്സിമം നമ്മൾ ഇവിടെ വന്നത് തന്നെ എന്തെങ്കിലും ചോക്ലേറ്റ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കൂടുതൽ പർച്ചേസിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഇങ്ങനെ നോക്കാനൊന്നും നിന്നിട്ടുണ്ടായിട്ടാ. ഞാൻ എപ്പം നാട്ടിൽ പോകുമ്പോൾ ഇല്ലേ, മുമ്പേ പ്ലാനൊന്നും ആക്കലില്ല. പെട്ടെന്ന് തീരുമാനിക്കലും പെട്ടെന്ന് പോകലാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പോകുന്ന ടൈമിൽ ഫുള്ളും എല്ലാ കാര്യം ഇങ്ങനെ തിരക്കുടിച്ചാണ് ആക്കലെല്ലാം. പെട്ടെന്ന് ഇപ്പോൾ പാക്ക് ചെയ്യാനുണ്ടെങ്കിലും കുറച്ച് ദിവസമേ എനിക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് പോകലാണ്. ഇങ്ങനെ മുമ്പേ തീരുമാനിച്ചാലാണ് നമ്മളിങ്ങനെ ആ ഒരു പ്ലാനിങ്ങിലെല്ലാം പോകാൻ പറ്റുന്നത്. പക്ഷേ ഇങ്ങനെ പെട്ടെന്നാവുമ്പോൾ ഇല്ലേ എല്ലാം ഒരു ഹറിബറി ആയിട്ടില്ലേ, ഒരു എന്താ കൊണ്ടുപോകേണ്ടത് അല്ല എന്താ വാങ്ങേണ്ടത് അങ്ങനെയെല്ലാം ഒരു ഡൗട്ടിലാണ് ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചത് അധികം കുറേ ഒന്നും വാരി വെച്ച് കൊണ്ടുപോകണ്ട, എന്തെങ്കിലും കുറച്ച് മാത്രം വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സും അങ്ങനത്തെ ഐറ്റംസാണ് വാങ്ങിയിട്ടുണ്ടായത്. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് തന്നെ ഇപ്പോൾ 2 വീക്സ് ആവാനായിട്ടാണ്. അതിന് ശേഷമാണ് അപ്പോൾ വീഡിയോ ഇടുന്നുള്ളത്. ലാസ്റ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ UAE ഉണ്ടായത്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് ഞാനിപ്പോൾ നാട്ടിൽ വീട്ടിലിരുന്നിട്ടാണ് കേട്ടോ. മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ ഇടുന്നുള്ളത്. UAE വരുമ്പോൾ വിചാരിക്കും കേട്ടോ നാട്ടിൽ വന്നിട്ട് കുറേ വീഡിയോസെല്ലാം ഇടണം എന്നെല്ലാം. പക്ഷേ എനിക്ക് അവിടുത്തേനെക്കാട്ടും ഏറ്റവും കൂടുതൽ മടി പിടിക്കൽ ഈ നാട്ടിലെത്തിയതിന് ശേഷം ആ വീഡിയോ ഇടാൻ. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചത് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ തന്നെ നല്ല മടി പിടിച്ചിട്ടാണ് ഉണ്ടായത്. ഈ വീഡിയോനെ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇതൊന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അധികം പാക്ക് ചെയ്യുന്നതോ അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, അത് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഇടാം. ഇപ്പോൾ ഇതാ ഞാൻ വരുന്നന്ന് തലേന്ന് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. നമ്മൾ ഇത് നോർമലായിട്ടുള്ളൊരു ബട്ടർ പുഡിങ്ങാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ ഒരു 7 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 500 ml ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത്
1 കപ്പ് ഷുഗർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മളെ ഇഷ്ടമനുസരിച്ചിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ട്, അതുകൊണ്ട് കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ടാവും. കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഇനിയിപ്പോൾ ഇതായി പാലൊന്ന് ജസ്റ്റ് ചൂടാവുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാല് തിളക്കാൻ പാടില്ല, തിളക്കുന്നതിന് മുമ്പേ ഇത് ഒഴിച്ച് കൊടുക്കുക. നല്ല പോലെ പാല് ചൂടായിട്ട് വരുന്ന ആ ടൈമിൽ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ കസ്റ്റർഡിൻ്റെ മിക്സ് എല്ലാം ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ ഇല്ലേ, കസ്റ്റർഡ് ഒന്ന് കുക്കായി നല്ല തിക്കായിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ചൈന ഗ്രാസെല്ലാം നല്ല പോലെ ഒന്ന് മെൽട്ടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാൻ. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ എത്ര കൂടുതലിടുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പുഡിങ്ങിന്. ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇടുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ നോക്കി ഇടണം കേട്ടോ. ഇത് ബട്ടറിൽ നല്ല പോലെ മെൽട്ടായി പുഡിങ്ങിൻ്റെ ഇത് റെഡിയായിട്ട് ആ പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു പുഡിങ്ങിൻ്റെ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേളിലേക്കില്ലേ ചെറിയൊരു ഗാർണിഷിന് വേണ്ടിയിട്ടില്ലേ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാം വേണമെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിസ്ത ഉണ്ടായതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ, ഗാർണിഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളിലേക്ക് എനിക്കറിയുന്ന പോലെ എങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പുഡിങ് ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം വേണം ഈ നട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാൻ. ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി പുഡിങ് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം കേട്ടോ. നല്ല പോലെ തണുപ്പിച്ചിട്ട് കഴിച്ചാലേ ഇതിന് അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി പുഡിങ്ങാണ്, നല്ല ക്രീമിയും ബട്ടറായിട്ടുള്ളതല്ലേ, നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.